സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം സമ്മതിച്ചാൽ പോരായിരുന്നു. അപ്പം ഇത് കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം ഭീഷണിയുടെ സ്വരമാണ് എന്ന് വേദലക്ഷ്മി തുറന്നു പറയുന്നത്. അവന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നൊരു ടീം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തിട്ട് കഴിഞ്ഞാലും അതിന് അവർക്കെതിരെ, റോബിനെതിരെ പറയുന്നവർക്ക് തെരുവിളി നടക്കും. ബിഗ് ബോസ് താരങ്ങളായ റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകൾ നടന്നുകൊണ്ടുണ്ടായിരുന്നു. റോബിൻ പലരിടത്തു നിന്നും ഒരുപാട് പണം വാങ്ങി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു, ഇഷ്ടംപോലെ കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു, മേടിച്ച പൈസയൊന്നും തിരിച്ച് കൊടുക്കുന്നില്ല എന്ന് ഒക്കെ കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇഷ്ടംപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഒരു 8 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അതിന് തെളിവൊന്നുമില്ലല്ലോ. ബാക്കി റോബിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിൻ്റെ പരമായിട്ട് കെട്ടിച്ചമച്ചതാണ് എന്നാണ് റോബിൻ ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം റോബിൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പണം തരുന്ന സമയത്ത് അവർക്കത് വീഡിയോ എടുത്ത് വെച്ചുകൂടെ എന്നാണ്. അതിലൊരു കഴമ്പില്ലാത്തൊരു ചോദ്യമാണ് റോബിൻ ചോദിച്ചത്. എനിക്ക് പറഞ്ഞപ്പം നമ്മുടെ സൗഹൃദത്തിൻ്റെ പേരിലും ബന്ധങ്ങളുടെ പേരിലും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തും. അതൊന്നും ഓർത്ത് വെക്കില്ല, അതൊക്കെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അന്നേരം നീ എന്നെ ചതിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആരും അതൊന്നും ചെയ്യില്ല. ചതിക്കപ്പെട്ടു എന്ന് കാണുന്ന സമയത്തായിരിക്കുമല്ലോ തെളിവ് ശേഖരണമായിട്ട് ആൾക്കാർ മുമ്പോട്ട് പോകുന്നത്. അപ്പം വേദലക്ഷ്മിയും അതുപോലെ കൂടുതൽ ചതിക്കപ്പെട്ട 1-2 പേരും പത്രസമ്മേളനം നടത്താൻ പോകുന്നതിൻ്റെ മുമ്പിൽ അവിടെ വന്ന് റോബിൻ കാത്തു നിൽക്കുക, അവരുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇതൊക്കെയായിരുന്നു റോബിൻ ചെയ്ത് വെച്ചിരുന്ന കാര്യം. എന്നിട്ട് റോബിൻ ഇതുമായിട്ട് പത്രസമ്മേളനം വിളിച്ചില്ലല്ലോ. അവസാനം സമ്മതിക്കേണ്ടി വന്നു. അവർക്ക് കൊടുക്കാനുള്ള പൈസ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. ഇനി 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് വരുന്ന ഏതോ 20-ാം തീയതിയോ എന്തെങ്കിലൊക്കെ ആയിട്ട് 20 ലക്ഷം രൂപ കൂടെ കൊടുക്കും, ബാക്കി പൈസ പിന്നീട് കൊടുത്ത് തീർക്കും എന്ന് റോബിൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം സമ്മതിച്ചാൽ പോരായിരുന്നു. ഈ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഈ ഊമ്പിത്തരം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പം ഇത് കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണ്. അപ്പം പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടേ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പരാതി? റോബിൻ്റെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ പോലീസുകാർ എവിടെ നിന്നെടുത്ത് കൊടുക്കും? അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയ പൈസ. അവന് ആർഭാടത്തിന് ഒരു കുറവുമില്ല. അത് പൈസ കൊടുത്ത ഏതൊരു വ്യക്തി പറഞ്ഞില്ല, ഒരു ദിവസം 4000 രൂപയ്ക്കാണ് വണ്ടി റെൻറ്റിനൊക്കെ എടുത്തിട്ട് ഷോ കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം ഭീഷണിയുടെ സ്വരമാണ് എന്ന് വേദലക്ഷ്മി തുറന്നു പറയുന്നു. പറ്റുമെങ്കിൽ മേടിച്ചോ. അപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ സാമ്പത്തിക തട്ടിപ്പിന് നടത്താൻ ഒരു ലൈസൻസായിട്ടാണ് റോബിൻ പോയത് എന്ന് തോന്നുന്നു. പക്ഷെ അതിന് കുടപിടിച്ച് കൊടുക്കാൻ റോബിൻ നിൽക്കുന്ന പാർട്ടിയിലെ ആൾക്കാർ ചെയ്യാണ്ടിരുന്നാൽ അത് അത്രയും നല്ലതായിരിക്കും, അത്രയും ഓർമ്മിക്കുക. കാരണം വെച്ചാൽ ഈ ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ റോബിനെതിരെ വലിയൊരു ഫ്രോഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതോ സിനിമ ബന്ധങ്ങളും അതുപോലെ സിനിമ ചെയ്യാൻ പോകുന്നു, സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്നു. പിന്നെ അതുപോലെ അവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നൊരു ടീം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തിട്ട് കഴിഞ്ഞാലും അതിന് റോബിനെതിരെ പറയുന്നവർക്ക് തെരുവിളി നടക്കും. റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ അവർക്കൊക്കെ സാമ്പത്തികം കൊടുത്തിട്ടാണോ റോബിൻ ഇതൊക്കെ ചെയ്യുന്ന സംശയം. അപ്പം എന്തായാലും റോബിൻ 5 ലക്ഷം രൂപ അവർക്ക് തിരിച്ച് കൊടുത്തു. 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് മൊത്തത്തിലാട്ടോ. എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ടാണ് ഒരു 20 ലക്ഷം രൂപ ഈ വരുന്ന ദിവസങ്ങളിൽ കൊടുക്കും എന്നൊക്കെ സമ്മതിച്ചതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ചെയ്താൽ പോരായിരുന്നോ? അപ്പം ശരി.